എന്തത് പിന്നെ ഇതിപ്പോ അവിടെ പോയി മേടിച്ചതാ മനസ്സിലായി. ഞാൻ എല്ലാ സാധനം അവിടെ ബിഗ് ബോസ് ഹൗസിന്റെ അവിടെ ബിഗ് ബോസിൽ പോയി കുത്തുപാളം എടുത്തിട്ടുണ്ടോ? സൂര്യകുമാർ യാദവ് ബിഗ് ബോസിൽ പോയിട്ട് കുത്തുപാളം ബിഗ് ബോസ് പോയി കുത്തുപാളം എടുത്ത ഒരാളുടെ അവസ്ഥയാണ് കൈ എല്ലാരും കാണണം. ഈ വീഡിയോ കണ്ടിരുന്നോ? ഏതാ നിങ്ങളിട്ടാ ഇങ്ങോട്ട് നീങ്ങുന്നോ? കേളി തെറിക്കും. എന്തായി സിജോ പുറത്തിറങ്ങാൻ പോലെ സിജോനെ കാണാൻ വേണ്ടി ചാടി പോകുന്നതാണ്. സിജോ കപ്പ് എടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ആഗ്രഹം പറയാലോ. അല്ല ഓരോരുത്തരുടെ വിന്നർ. അങ്ങനെയാണ്. എനിക്ക് എന്റെ മനസ്സിൽ സിജോ കപ്പ് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. സിജോ ഇല്ല. എന്തുകൊണ്ടായിരിക്കും സിജോ പുറത്തായെന്നെങ്കിലും എങ്ങനെയാ പുറത്തായെന്ന് മിക്കവർക്കും അത് ഈ സിജോ പുറത്താവണ്ടെന്നുള്ളൊരു ഇതായിരുന്നു. ഇന്നലെ ഞങ്ങൾ വോട്ടിംഗ് നടത്തിയപ്പോൾ സിജോ പുറത്താവേണ്ട ഒരാളല്ല എന്നാണ് സംസാരിക്കുന്നത്. പക്ഷെ വോട്ട് എങ്ങനെയാ വന്നേ നമുക്ക് അറിയില്ലല്ലോ. എങ്ങനെയാണ് വോട്ടുകൾ വരുന്നത് നമുക്ക് അറിയില്ല. സിജോ ഞെട്ടോ കോസ്റ്റ്യൂം കണ്ടു കഴിഞ്ഞാൽ? ഇത് കേട്ടൊന്നുമില്ല. എന്റെ കയ്യിലുള്ള അവിടെ ഏകദേശം അന്നല്ലേ സായി വന്നപ്പോ നന്നലെ പറഞ്ഞു അനിയത്തിപ്രാവ് ഞാൻ ഈ മലപ്പുറം കൊച്ചി ഷട്ടിൽ അടിച്ച് നോക്കി. ഫിനാലയും കൂടി കഴിഞ്ഞിട്ട് വേണം കിടക്കാൻ. സത്യം ഫിനാല കഴിഞ്ഞിട്ട് വേണം കിടക്കാൻ. അതെല്ലാം റെഡി ആവുമെന്ന് തോന്നുന്നില്ല. സപ്പോർട്ടർ വൈഫ് എവിടെ? വൈഫ് വേറെ സപ്പോർട്ടില്ല, പണിയെടുത്തോണ്ടിരിക്കപ്പോ. വന്നപ്പോ അന്ന് പറഞ്ഞിരുന്നു മറ്റേ എല്ലാം ഒന്നും കണ്ടിട്ടില്ല, വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇപ്പോഴും എല്ലാം കണ്ടിട്ടില്ല. ഞാൻ ഇപ്പോഴും എന്റെ ഫീഡിൽ വരുന്ന കണ്ടുകൊണ്ട് പോകണേ ഉള്ളൂ. ഞാൻ ഈവൻ ജിത്തുവായി സ്നേഹിച്ച വീഡിയോ കംപ്ലീറ്റ് കണ്ടിട്ടില്ല. ഞാൻ കുറെ സാധനങ്ങൾ കാണാറുണ്ട്. ഞാൻ നോക്കുന്ന സമയത്ത് കുറെ കട്ടപ്പമാരുണ്ട്, മുന്നും കുത്തിയാണ് ടീംസ് ഉണ്ട്. ഞാൻ നോക്കുമ്പോ കുറെ ആൾക്കാരുണ്ട്. ഞാൻ നോക്കുമ്പോ എന്തോന്നാണ് ഇത് എവിടുന്ന് വരുന്നിടയെന്നാണ് ഞാൻ നോക്കുന്നത്. ഇല്ല, ഞാൻ കുറെ കണ്ടിട്ടില്ല. ഞാൻ പറയുമ്പോ തന്നെ ഞാൻ എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളത്. കാരണം ഞാൻ ഓൾറെഡി ഈ സാധനങ്ങൾ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഞാൻ എപ്പോഴും അല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആൾക്ക് നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും. ഞാൻ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമാണ്. ഞാൻ ബിഗ് ബോസിൽ പോയി പോകുന്നതിന് മുന്നേ സംസാരിച്ചിരുന്നല്ലോ സാർ. എല്ലാരും ഒരുപാട് പേരുണ്ടാവും. കാരണം ഞാൻ ഒരുപാട് പേർക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കണ്ടന്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോ അതിന്റേതൊക്കെ ഒരു ഇതായിരിക്കും ഇഷ്ടം പോലെ. ഇതൊക്കെ മൈൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ പോകും. പിന്നെ ഒരു പണിയില്ല. അതൊക്കെ ഒരു ടൈം വരുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോയി കിട്ടി.